ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പെരുന്നാളൊക്കെ ഇങ്ങ് അടുത്തു അല്ലേ? അപ്പോൾ പെരുന്നാളിൽ നമുക്ക് 2 ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു, 2 ഷോർട്ട് കുർത്തീസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കോട്ടൺ മെറ്റീരിയൽസിൽ വരുന്ന 2 ഷോർട്ട് കുർത്തീസാണ് നമ്മളിന്ന് സ്റ്റിച്ച് ചെയ്യുന്നത്. താഴെ ലേസൊക്കെ കൊടുത്തിട്ടുണ്ട്, താഴെയും കയ്യിനുമാണ് നമ്മൾ ലേസ് കൊടുത്തിട്ടുള്ളത്, വീനെക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് ഇതിൻ്റെ മെഷർമെൻറ്റ്സും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഒന്ന് കണ്ടാലോ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. തുണിയെ നമ്മൾ 4ആക്കി മടക്കിയിട്ടു. ഇതിൻ്റെ മടങ്ങി കിടക്കുന്ന സൈഡ് നമ്മുടെ ഭാഗത്തേക്കാണ്, ഓപ്പൺ സൈഡാണ് ഈ ഒരു വശത്ത് കാണുന്നത്. 4ആക്കിയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ നോക്കാം. ഫുൾ ലെങ്ത് ആയിട്ട് 20 ഇഞ്ചാണ് വേണ്ടത്. തയ്യൽ തുമ്പടക്കം 22 ഇഞ്ച് എടുത്തിട്ടുണ്ട്. നമ്മൾ 2 സൈഡിലും 22 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കൊരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുത്തിട്ട് നമുക്ക് തുണിയൊന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. 9 വയസ്സായ ഒരു കുട്ടിക്കുള്ള ഷോർട്ട് കുർത്തിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ 6 ഇഞ്ചാണ് വേണ്ടത്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പടക്കം 6.5 ഇഞ്ച് ഷോൾഡർ ആയിട്ട് എടുത്തിട്ടുണ്ട്. ആം ഹോൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 6 ഇഞ്ച് താഴേക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് ചെസ്റ്റ് റൗണ്ട് നോക്കാം. ചെസ്റ്റ് റൗണ്ട് 7 ഇഞ്ചാണ് വേണ്ടത്. 7 ഇഞ്ചിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ആഡ് ചെയ്തിട്ട് ചെസ്റ്റ് റൗണ്ട് ആയിട്ട് 8.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അടുത്തതായി വേസ്റ്റ് ലെങ്ത്ത് നോക്കാം. വേസ്റ്റ് ലെങ്ത്ത് ആയിട്ട് 9 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ചേർത്തിട്ട് വേസ്റ്റ് ലെങ്ത്ത് ആയിട്ട് 9.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്ത പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യാം. വേസ്റ്റ് റൗണ്ട് ആയിട്ട് 6.5 ഇഞ്ചാണ്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ചേർത്തിട്ട് വേസ്റ്റ് റൗണ്ട് ആയിട്ട് 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തതായി ബോട്ടം മാർക്ക് ചെയ്യാം. ബോട്ടം 8 ഇഞ്ചാണ് വേണ്ടത്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് ബോട്ടം 9.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റുകളെല്ലാം നമുക്കൊന്ന് ചേർത്ത് വരച്ചു കൊടുക്കാം. ഇനി ഇപ്പോൾ വരച്ച ഷേപ്പിലൂടെ നമ്മുടെ ബോഡി പാർട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുണിയെ 4ആക്കി മടക്കിയിട്ടു. ഇനിയിപ്പോൾ ടേപ്പ് വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നത് ചെസ്റ്റ് റൗണ്ടിൻ്റെ തയ്യൽ തുമ്പ് ഒഴികെയുള്ള അളവാണ്. സ്ലീവ് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. സ്ലീവ് ലെങ്ത്ത് 11 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ചേർത്തിട്ട് സ്ലീവ് ലെങ്ത്ത് 12.5 ഇഞ്ച് അടയാളപ്പെടുത്തി. സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്യാം. സ്ലീവ് റൗണ്ടായിട്ട് 4 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ആഡ് ചെയ്തിട്ട് 5.5 ഇഞ്ച് സ്ലീവ് റൗണ്ടായിട്ട് മാർക്ക് ചെയ്തു. സ്കെയിൽ ഉപയോഗിച്ച് ഈ 2 പോയിന്റുകളും ഒന്ന് ചേർത്ത് വരച്ചു കൊടുക്കാം. നേരത്തെ 7 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് ഒരു 3 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ 3 ഇഞ്ചിലേക്ക് ഇതുപോലൊരു കർവിൽ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. വരച്ച മാർക്കിങ്ങിലൂടെ നമുക്കിനി സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നെക്ക് തയ്ക്കാനുള്ള പീസൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ടൊരു തുണിയെ 2ആക്കി മടക്കിയിടുക. ഇനി ആ തുണിയിൽ നിന്ന് നമുക്ക് ആദ്യം നെക്ക് വിഡ്ത്ത് കണ്ടെത്താം. നെക്ക് വിഡ്ത്തായിട്ട് ഞാൻ കൊടുത്തത് 2.25 ഇഞ്ചാണ്. നെക്ക് വിഡ്ത്ത് അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. നെക്ക് ലെങ്ത്ത് ആയിട്ട് ഞാൻ 4 ഇഞ്ചാണ് എടുത്തത്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ചേർത്തിട്ട് 4.5 ഇഞ്ച് നെക്ക് ലെങ്ത്ത് ആയിട്ട് എടുത്തു. ഇനി നെക്ക് ലെങ്ത്തും നെക്ക് വിഡ്ത്തും കൂടിയിട്ട് നമുക്കൊരു ബോക്സ് ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കാം. ശേഷം നമ്മളിപ്പോൾ വരച്ചിട്ടുള്ള ആ ഒരു ബോക്സിനുള്ളിൽ വേണം നമ്മൾ ഏത് മോഡൽ നെക്കാണോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആ ഒരു നെക്ക് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനൊരു വി നെക്കാണ് വരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ ഒരു ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ നെക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നേരത്തെ ആ ബോക്സിനുള്ളിൽ നമ്മൾ നെക്കിൻ്റെ ആ ഒരു ഷേപ്പ് വരച്ചെടുത്തല്ലോ, അതൊരിക്കലും നമ്മൾ കട്ട് ചെയ്തെടുക്കരുത്. അതിന് പുറത്തു കൂടെ നമ്മളൊരു 1.5 ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ആ നെക്കിൻ്റെ മോഡൽ തന്നെ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിലൂടെ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും നമ്മുടെ യഥാർത്ഥ നെക്ക് വരച്ച ആ ഒരു ലൈനിലൂടെ നമ്മൾ കട്ട് ചെയ്യാൻ പാടില്ല. ഇപ്പം നമ്മൾ വരച്ചെടുത്തിട്ടുള്ളത് ഫ്രണ്ട് പാർട്ടിലെ നെക്കാണ്. ഇനി നമ്മളിത് ഒരു സൈഡിലാണല്ലോ നെക്ക് വരച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അപ്പുറ സൈഡിലേക്ക് ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈഡിൽ നമ്മൾ ചോക്ക് കൊണ്ട് ഒന്നുകൂടി കളറാക്കിയിട്ടൊന്ന് വരയ്ക്കുക. വരച്ചതിന് ശേഷം നമ്മുടെ ക്ലോത്ത് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ടിട്ട് കൊടുക്കുക. തിരിച്ചിട്ടിട്ട് ഒന്ന് അമർത്തി അതിൻ്റെ മേലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പുറത്ത് വരച്ച ആ ഒരു ചോക്കയുടെ ആ ഒരു അടയാളുണ്ടല്ലോ, അത് അപ്പുറത്തേക്ക് അത് പതിയും. അപ്പോൾ ആ പതിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഒന്നുകൂടി വരച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെക്ക് കറക്റ്റ് ഷേപ്പിലായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ബാക്ക് നെക്ക് കൂടെ ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞു. ബാക്ക് സൈഡിലേക്കും ഫ്രണ്ട് സൈഡിലേക്കുള്ള നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി സ്ലീവാണ്. സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. പിന്നെ നമ്മുടെ ബോഡി പാർട്ട് നമ്മൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുള്ള ബോഡി പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് കട്ടിങ് ആയിട്ട് വേണ്ടത്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം. ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ നെക്കിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത പീസ് ഉണ്ടല്ലോ, ആ ഒരു പീസിൻ്റെ അരികുവശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഞാൻ ഫ്രണ്ട് ഭാഗത്തെ നെക്കാണ് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലത്തെ ഒരു പാർട്ട് എടുക്കുക. എന്നിട്ട് അതിൽ ഇതുപോലെ നമ്മൾ കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് അവിടെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ വേണമെങ്കിൽ ഒരു പിന്ന് ചെയ്ത് കൊടുക്കാവുന്നതാണ്, തുണി തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ജസ്റ്റ് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. നമ്മളിത് കട്ട് ചെയ്തിട്ട് പോകുന്ന ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് സ്ട്രൈറ്റായിട്ട് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു.
ശേഷം നമ്മൾ നേരത്തെ വരച്ച ആ ഒരു നെക്കിൻ്റെ മോഡൽ ഉണ്ടല്ലോ, ആ ഒരു ലൈനിലൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സ്റ്റിച്ചിങ്ങിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് നമുക്ക് ആ വേണ്ടാത്ത ആ ഒരു ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ശേഷം നമ്മൾ ആ നെക്കിൻ്റെ സൈഡിലൂടെ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുക. ഒരിക്കലും സ്റ്റിച്ചിങ്ങിലേക്ക് തട്ടാതെ ശ്രദ്ധിക്കുക. ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു പീസ് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ അത് മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ അവിടെ ചുളിവ് വരാതെ നല്ല വൃത്തിയിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ സൈഡിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ നെക്ക് നല്ല വൃത്തിയിൽ ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ അരികിലൂടെ വൃത്തിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ടിലെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്ക് പാർട്ടിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ നെക്കിൻ്റെ ആ ഒരു പീസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു പീസ് നമ്മൾ ഉള്ളിലേക്ക് മറിച്ചിട്ട് ഒന്നുകൂടി അതിൻ്റെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തു. പക്ഷെ നമ്മൾ ബാക്ക് പാർട്ടിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതുപോലെ ചെയ്യാറില്ല. ബാക്കിൽ ഞാൻ റൗണ്ട് നെക്കാണ് കൊടുത്തത്. ഇവിടെയും സൈഡിലൂടെ നമ്മൾ ചെറിയ കട്ടിങ് കൊടുക്കുക. പക്ഷെ നമ്മളിത് ഉള്ളിലേക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്യുന്നില്ല. ഇനി നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫ്രണ്ട് പാർട്ടിലെയും ബാക്ക് പാർട്ടിലെയും നല്ല സൈഡുകൾ ചേർത്ത് വെച്ച് കൊടുക്കുക. ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ ബാക്ക് സൈഡിൽ നെക്കിന് വേണ്ടൊരു പീസ് നമ്മൾ കട്ട് ചെയ്തല്ലോ, അതിനുള്ളിലേക്കായിട്ട് നമ്മൾ ഫ്രണ്ട് പാർട്ടിനെ ഇതുപോലെ പൊതിഞ്ഞ് വെച്ച് കൊടുക്കുക. പൊതിഞ്ഞ് വെച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കുക. രണ്ട് സൈഡിലെയും ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഈ ഒരു തുണിയൊന്ന് വിരിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ഷോൾഡറിൽ നിന്ന് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഫൂട്ടർ പൊന്തിച്ച് കൊടുത്തിട്ട് നമ്മൾ സൂചിയെ നമ്മൾ ബാക്ക് സൈഡിലെ നെക്കൊന്ന് പതിച്ച് തയ്ക്കാനായിട്ട് ആ ഭാഗത്തേക്കായിട്ട് ഒന്ന് തിരിച്ചു വയ്ക്കുക. സൂചിയല്ല കേട്ടോ തിരിച്ചു വെക്കേണ്ടത്, നമ്മുടെ ക്ലോത്തിന് ആ ഭാഗത്തേക്കായിട്ട് തിരിച്ചു വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തതുപോലെ നമ്മൾ അരികുവശത്ത് കൂടെ തന്നെ നല്ല വൃത്തിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് നമ്മൾ അപ്പുറത്തെ സൈഡിലത്തെ ഷോൾഡറിൻ്റെ അവിടേക്ക് എത്തുമല്ലോ, അപ്പുറത്തെ സൈഡിലെ ഷോൾഡറിൻ്റെ അവിടേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൂടെ ആ ഷോൾഡറിൻ്റെ മേലൂടെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾക്ക് ആ ഒരു സ്റ്റിച്ചിങ് പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ നമ്മുടെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഉള്ളിലേക്ക് ബാലൻസ് ആയിട്ട് നിൽക്കുന്ന ആ നെക്കിൻ്റെ തുണി ഉണ്ടായിരിക്കുമല്ലോ, അതൊന്ന് ഹെമ്മിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നെക്ക് നല്ല വൃത്തിയായിട്ട് കിട്ടും. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് സ്ലീവിൻ്റെ താഴ്വശം ഉണ്ടായിരിക്കുമല്ലോ, അതൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അടിവശം തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ സ്ലീവ് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ഷോൾഡറിൻ്റെ അവിടെ മുതലാണ് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഷോൾഡറിൻ്റെ അവിടെ സ്ലീവ് വെച്ചത് കൊടുത്തതിന് ശേഷം ഷോൾഡർ മുതൽ രണ്ട് വശത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ലീവ് കറക്റ്റായിട്ട് തന്നെ അവിടെ നിൽക്കും. രണ്ട് സ്ലീവും അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ സ്ലീവിൻ്റെ അടിവശത്തായിട്ട് ഇതുപോലെ ഒരു ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ബോട്ടം മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കുർത്തിയൊന്ന് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ബോട്ടത്തിൻ്റെ ഫ്രണ്ട് പാർട്ടിൽ മാത്രമാണ് നമ്മൾ ലേസ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നത്. ഈ ലേസ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുർത്തി റെഡിയായി. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത രണ്ട് കുർത്തിയാണിത്. ഈ ഒരു മോഡലിൽ തന്നെയാണ് നമ്മൾ രണ്ട് കുർത്തി സ്റ്റിച്ച് ചെയ്തത്. ഒന്നിന് നമ്മൾ സൈഡ് ഓപ്പൺ കൊടുത്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തതിന് സൈഡ് ഓപ്പൺ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കില്ലേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്നേഹത്തോടെ അശ്വതി.